മോർണിംഗ്. നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് സർവീസ് നടത്തുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് സർവീസ് ഫുഡ് സപ്ലൈ നടത്തുന്നത് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണെങ്കിൽ ആരാണ് ടാക്സ് അടക്കേണ്ടത്? അതായത് റെസ്റ്റോറൻറ്റ് സർവീസ് ഫുഡ് സപ്ലൈ നടത്തുന്നത് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണെങ്കിൽ അതിൻ്റെ ടാക്സ് അടക്കാനുള്ള ബാധ്യത പൂർണ്ണമായും ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. റെസ്റ്റോറൻറ്റിനല്ല, ഇ കോമേഴ്സ് ഓപ്പറേറ്ററാണ്. റെസ്റ്റോറൻറ്റ് എന്ത് മാത്രമാണ് ചെയ്യേണ്ടത്? റെസ്റ്റോറൻറ്റ് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ആ ടേബിൾ നമ്പർ 14-ൽ രണ്ടാമത്തേതിൽ സെക്ഷൻ 9(5) എന്നുള്ള ആ ടേബിളിലാണ് നമ്മൾ ഈ ടേൺ ഓവർ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ടാക്സ് അടക്കാനുള്ള ബാധ്യത ആർക്കാണ്? ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. അപ്പോൾ അത് ടേബിൾ നമ്പർ 4A 4B, അതായത് നമ്മുടെ B2B ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ടേബിൾ നമ്പർ 7-ലോ GSTR 1 കാണിക്കേണ്ട കാര്യമില്ല. അത് കാണിക്കേണ്ടത് ടേബിൾ നമ്പർ 14-ൽ സെക്ഷൻ 9(5) എന്നുള്ള ആ ടേബിളിലാണ്, ആ ഒരു ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിനർത്ഥം അതിൻ്റെ ടാക്സ് അടക്കേണ്ടത് ഇ കോമേഴ്സ് ഓപ്പറേറ്ററാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് സ്പെസിഫൈഡ് പെർമിഷനിലാണെന്ന് വിചാരിക്കുക. സ്പെസിഫൈഡ് പെർമിഷൻസ് എന്ന് പറഞ്ഞാൽ 7,500-ന് മുകളിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ്, പെർമിഷൻസിലാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വഴി ഫുഡ് സപ്ലൈ നടത്തിയാൽ അത് ടാക്സ് അടക്കാനുള്ള ബാധ്യത റെസ്റ്റോറൻറ്റ് സർവീസിനാണ്. അതായത് 7,500-ന് മുകളിലുള്ള സ്പെസിഫൈഡ് പെർമിസസിലുള്ള റെസ്റ്റോറൻ്റാണ് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ വഴി സർവീസ് നടത്തുന്ന ഫുഡ് സപ്ലൈ നടത്തുന്നതെങ്കിൽ അവിടെ ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്കല്ല ബാധ്യത, റെസ്റ്റോറൻറ്റിനാണ് ബാധ്യത. കാരണം അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് 18%. റെസ്റ്റോറൻറ്റ്, അതായത് 7,500-ന് മുകളിലുള്ള റൂം താരിഫുള്ള ഹോട്ടലിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ അക്കോമഡേഷൻ ഫെസിലിറ്റി ഉള്ള റെസ്റ്റോറൻറ്റിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18%. സാധാരണ റെസ്റ്റോറൻറ്റ് എത്രയാണ്? 5%. അപ്പോൾ അതിൻ്റെ ടാക്സ് അടക്കാനുള്ള ബാധ്യത റെസ്റ്റോറൻറ്റിന് തന്നെയാണ്. സാധാരണ റെസ്റ്റോറൻറ്റിന് മാത്രമേ ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്ക് ബാധ്യത വരുന്നുള്ളൂ. അപ്പോൾ ഈ 7,500-ന് മുകളിലുള്ള സ്പെസിഫൈഡ് പെർമിസസിലുള്ളവർ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത്? അതൊന്നിക്കൽ B2B ടേബിൾ നമ്പർ 4A 4Bയിലോ അല്ലെങ്കിൽ B2C ടേബിൾ നമ്പർ 7-ലോ അവർ ഡിക്ലെയർ ചെയ്യണം. അവരെടുക്കുക ചിലപ്പോൾ എന്ത് ചെയ്യും? ഇ കോമേഴ്സ് ഓപ്പറേറ്റർ TCS കട്ട്, ഇ കോമേഴ്സ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ളവർ TCS കട്ട് ചെയ്യും. അത് നമ്മൾ ടേബിൾ നമ്പർ 14-ൽ ഫസ്റ്റ് ഇതിൽ, അതായത് TCS എന്നുള്ള ആ കോളത്തിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.